എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പിരന്തട്ട വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങുകയാണ് പരിപാടി. सबैलाई नमस्कार. यस्तो प्रोग्राम छ मेला यहाँको. अब हाम्रो दमौ भन्छन्, यहाँ पनि यो चण्डा भन्छन्. अब बजाउनलाई तलमाथि फरेक होला, तर वहीँको चालचलन जस्तो जस्तो घोषयात्रा भन्छन् यहाँको यो बजाइराखेका छन्. एकदमै राम्रो. यहाँ चाहिँ केरला भाषामा उत्सव भन्छ, हाम्रो हामीले मेला भन्छौँ. जात्रा 3 दिनसम्म छ. यस्तो पत्रिका लगाएर गर्छौँ. यो मन्दिरबाट आएका स्वामीहरू यसको स्वागतको लागि आएका उनीहरू. अब हाम्रो वहाँ दमौ भन्छन्, यहाँ यस्तो बाजा हुन्छ. यहाँको चालचलन नै यस्तो हो. यसलाई अब जात्रा यो यहाँको चण्डा भन्छन्, तर यो दमौ हाम्रो वहाँ दमौ भन्छन्. यस्तो छ. अब यो मन्दिरको नजिक पुग्न लागि यो क्षेत्र परिक्रमा गर्छन्. अब जस्तो हाम्रो जात मनाउँछौँ पहाडमा, त्यस्तै खाले हो यहाँ पनि. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ 1-ാം നമ്പർ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് നല്ല പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് ഘോഷയാത്ര यो हाम्रो नेपालकै जस्तो दमौ भन्छ नि, त्यस्तो यहाँ डन्डा बाजा बजाइराखेका छन्. एकदम राम्रो छ. थ्याङ्क यू. വിഷ്ണു ക്ഷേത്രം പിരന്തട്ട ഇപ്പോൾ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ ഘോഷയാത്ര. അപ്പോൾ നമ്മുടെ ഇവിടെ വകയായിട്ട് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് അറിയിക്കുന്നു. ദൈവം വിശ്വാസികളും എല്ലാവരും जस्तो हाम्रो पहाडमा जात बनाउँछन्, पहाडमा जात बस्न जाने भन्ने हुन्छ, त्यस्तै खालको भइराखेको हाम्रो पहाडमा जस्तो जात बस्ने भने हुन्छ, त्यस्तै खालको यहाँबाट पनि आउँछ. यहाँ बस्ने भने आउँछ. एकदमै रमाइलो चिज छ. നമ്മുടെ मन्दिरबाट पनि स्वागत गर्नलाई मन्दिरबाट पूजाहरू भित्रबाट दिए आइराखेका हुन्छ. र यो जाने एकदमै घोषयात्रा एकदम रमाइलो भइराखेको छ. धन्यवाद. यो चाहिँ घोषयात्रा एकदम
നല്ല പ്രോഗ്രാമാണ്. അപ്പം അമ്പലത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുടകുന്ന് ഭാഗത്തുനിന്ന് ഘോഷയാത്ര വന്ന് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ 1-ാം നമ്പറിന് ഇത് ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും सन्तोषമാണ്. എല്ലാവർക്കും जस्तो हाम्रो नेपालमा जस्तो पहाडी भागमा हुन्छ त्यस्तै खाले यहाँ पनि प्रोग्राम हुन्छ. तर बोली भाषा फरक भए पनि बाजागाजा फरक भए पनि तौर तरिका सेम हिन्दूहरूको एकदमै रमाइलो चाडपर्व मेला भइराखेको हुन्छ. एकदमै खुसियाली छ. सबै ह्याप्पी छन्. सबै जनताहरू एकदमै भेरी गुड. थ्याङ्क यू थ्याङ्क यू. दमो बजाउने जस्तो एकदमै राम्रो गरिराखेको छ. एकदमै मन्दिरको पनि स्वागत भइराखेको छ. हाम्रो पाहाडमा त्यस्तै खालको यहाँ बाजा बजा जनताहरू मेला यात्रा बनाइराखेका हुन्छन्. जस्तो हाम्रो पाहाडतिर बजाउँछन् त्यस्तै खालको यहाँ बोली भाषा यहाँ बाजा बजाउन माथि पनि सेम हामी हिन्दूहरूको चाडपर्वमा त्यस्तै भइरहेका हुन्छ. थ्याङ्क यू धन्यवाद. ഇപ്പോൾ നമ്മുടെ കുറച്ച് കഴിഞ്ഞാൽ ഗാനമേള പരിപാടി ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ജനങ്ങളിതാ സ്റ്റേജിന് ഉള്ളിൽ എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ നാട്ടുകാരും ഒക്കെ അറിഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ यो मन्दिरको ढोकानिर यसरी बजाउँछन्. यसको अब केही न केही आधार होला होइन, केही इतिहास हुनुपर्छ. यसरी बजाउने मन्दिरको अगाडि यो जस्तो हाम्रो पाहाडमा दमाउ बजाउँछन् त्यसरी हिसाबले अब त्यो मन्दिरको जस्तो हाम्रो पाहाडमा माडोको अगाडि दमाउ बजाउँछ त्यसरी यहाँ पनि बजाइराखेका हुन्छन्. थ्याङ्क यू धन्यवाद. ബിസിനസ് സെക്ടർക്ക് മുമ്പാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളായിട്ട് ഇവിടുത്തെ അഭിപ്രായം ഇവിടുത്തെ ആചാരങ്ങൾ കാര്യങ്ങളായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അനീസ് ഉണ്ട്, മഹേഷ് ഉണ്ട്. മഹേഷായിട്ട് നമ്മൾ ചോദിക്കാൻ ഇവിടുത്തെ അഭിപ്രായം എന്താ പറയാനുണ്ടോ നിങ്ങൾക്ക്? അഭിപ്രായം നല്ല അഭിപ്രായമാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു 42 വയസ്സായി. അതിന് മുന്നേ മുതൽ ഒരു 17 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളായിട്ട് നടന്നു വരുന്ന ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ നമ്മളെ ഉത്സവം നവംബറിലായിരുന്നു ആദ്യമൊക്കെ. ഇന്നത് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് മാർച്ചിലേക്ക് ആയതാണ്. പിന്നെ മാർച്ച് കഴിഞ്ഞ ശേഷമാണ് 3 ദിവസത്തെ പരിപാടിയായി കൊണ്ടുനടന്നത്. പിന്നെ ഇവിടെ വന്ന് നല്ല പ്രാർത്ഥിച്ചവർക്ക് അതിൻ്റെ ഫലം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വിശ്വാസപരമായിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് കണ്ടില്ല വായി കണ്ടില്ല. ഇപ്പോൾ ഇത്രയും ജാതി മത അന്യഭേദമില്ലാതെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്നു. എല്ലാവരും ഒരു പങ്കെടുക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മ, ഒരു ജനങ്ങളുടെ സ്നേഹം എല്ലാവരായിട്ട് നിലനിന്ന് പോകുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ നമ്മളവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ മതസ്ഥരും ഒറ്റക്കെട്ടായി പങ്കെടുക്കും. അതിനുള്ള എല്ലാ സഹകരണങ്ങളൊക്കെ സഹകരിച്ച് പോകുന്നൊരു ക്ഷേത്രമാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് 3 വർഷത്തെ ഉത്സവമാണ്. അതിഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത്. നമ്മൾ പെരുന്തട്ടക്കാരും അല്ല ജാതി മത വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരുടെ സഹകരണം എല്ലാം ഉണ്ട്. എല്ലാ വർഷവും ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. 4 ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷം കൂടുതൽ പരിപാടി 3 ദിവസത്തെ പരിപാടി വെക്കുന്നുണ്ട്. ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തിക്കൊണ്ട്. എല്ലാവരും കമ്മിറ്റി ഇവരുടെ ധാരാവാഹിക എല്ലാവരും നാട്ടുകാരായിട്ടും നന്നായിട്ട് പോകുന്നുണ്ട്.
അതിഗംഭീരമായിട്ടാണ്, നല്ല ഉത്സവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പോ ഒന്നാമത് ഭാഗത്തു നിന്നുള്ള പ്രദേശത്തെ വരവാണ് കഴിഞ്ഞത്. ഇനി നാളെ വെള്ളാരംകുന്ന് ഭാഗത്തുള്ള പ്രദേശത്ത് വരവുണ്ട്. അതിന് നല്ല ഗംഭീര പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പൂളക്കുന്നിന്റെ വരവൊന്ന് കഴിഞ്ഞ് അതും കുഴപ്പമില്ല. ഇതിപ്പോ ഉത്സവം തുടങ്ങി 3 ദിവസത്തെ പരിപാടിക്കാണ് ഇങ്ങനെ 3 പ്രദേശത്തു നിന്നായിട്ടുള്ള വരവ് വരുന്നത്. അതിന്നും ഒരു 2-3 വർഷമായിട്ടൊന്നും തുറന്നു പോകുന്നുണ്ട്. നല്ലൊരു പരിപാടിയാണ്. എല്ലാവരും നല്ല സാറിന് ഇത് എല്ലാവർക്കും സാധനമാണ്. പിന്നെ നമ്മുടെ ഇവിടെ അമ്പലത്തിന് അവിടെ ചണ്ട മുട്ടിക്കൊണ്ട് വലിയ സൗണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും നമ്മൾ സ്വീകരണമാണ് പറയുന്നത്. എല്ലാ നാട്ടുകാർക്ക് വെരി ഹാപ്പി, സന്തോഷമാണ്. വിഷ്ണു ക്ഷേത്രം വിഷ്ണു അമ്പലത്തിൽ ഓം വിഷ്ണായി നമോ വിഷ്ണായി നമോ വിഷ്ണായി എല്ലാവർക്കും നല്ലത് വരട്ടെ, പ്രാർത്ഥിക്കാം. താങ്ക് യു. തിരുവനന്തപുരം വിഷ്ണു ക്ഷേത്രം അമ്പലത്തിൽ ഗേറ്റിലാണ്. ഇപ്പം നമ്മൾ ജനങ്ങൾ കൊണ്ട് നമ്മൾ ചോദിക്കാം എന്താ ഇവർക്ക് അഭിപ്രായം ഒന്നും പറയട്ടെ. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയാനുണ്ടോ? എന്തായാലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഉത്സവം നമ്മുടെ ആഘോഷമല്ലേ, നമ്മൾ അടിച്ചു പൊളിക്കണം. ജാതി മത ഭേദം ഇല്ലാതെ എല്ലാവരും ജനങ്ങളുടെ കൂടെ ഉണ്ട്. ഇവർ പറയാൻ നല്ല അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇവിടെ ജാതി മതം ഇതൊന്നുമില്ല, നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് നടക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എല്ലാവരും ഒന്നാണ് ഇവിടെ. ഇവിടെ ഒന്നാണ് എല്ലാവരും. അന്നദാനം പേടിക്കണ എല്ലാം നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും നമ്മുടെ എല്ലാ വർഷം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്. എല്ലാവരും ജാതി മത ഭേദം ഇല്ലാതെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ജനങ്ങൾ നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ? ഉത്സവത്തിനെ പറ്റി എന്തായാലും പറയാനുണ്ടോ? ഉത്സവം അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ? നിങ്ങൾക്ക്